ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരിക്കൽ ഒരാൾ ഒരു മൂർഖൻ പാമ്പിനെ വളർത്തിയിരുന്നു. ദിവസവും അയാൾ അതിന് പാല് കൊടുക്കും. അങ്ങനെ മൂർഖൻ പാമ്പ് വളർന്നു വലുതായി. അതിനോടൊപ്പം കളിക്കുന്നത് അയാളുടെ വിനോദമായിരുന്നു. ദിവസവും അയാൾ പാമ്പിനെയും കൊണ്ട് ചന്തസ്ഥലത്തേക്ക് പോകും. ജനങ്ങൾ കൂടുന്നിടത്ത് അയാൾ പാമ്പിനെ ദേഹത്ത് ചുറ്റി അഭ്യാസ പ്രകടനങ്ങൾ നടത്തും. കണ്ടു നിൽക്കുന്നവരിൽ നിന്ന് ഇങ്ങനെ നല്ല തുക സമ്പാദിക്കുവാൻ അയാൾക്ക് സാധിച്ചു. ഒരു ദിവസം പതിവ് പോലെ അയാൾ മൂർഖൻ പാമ്പിനെയും കൊണ്ട് ചന്തസ്ഥലത്തേക്ക് പോയി. അന്ന് അതിന് പാല് കൊടുത്തിരുന്നില്ല. മൂർഖൻ അയാളുടെ ദേഹത്ത് ചുറ്റി നിമിഷങ്ങൾക്കകം വരിഞ്ഞു മുറുക്കി. അയാൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ അഴിച്ചു മാറ്റാൻ സാധിച്ചില്ല. അതും കളിയുടെ ഭാഗമാണെന്ന് കരുതി കാണികൾ കൈയടിച്ചു. എന്നാൽ അധികം താമസിയാതെ ആ മൂർഖൻ പാമ്പ് അയാളെ ആഞ്ഞു കടിച്ചു. പാമ്പിൻ്റെ വിഷബാധയേറ്റ് അയാൾ ബോധം കെട്ട് താഴെ വീണു. നിമിഷങ്ങൾക്കകം അയാൾ മരിച്ചു. സംഭവത്തിൻ്റെ ഗൗരവം കാണികൾക്ക് ബോധ്യമായത് അപ്പോൾ മാത്രമാണ്. അവർ മൂർഖൻ പാമ്പിനെ കൊന്ന് അയാളുടെ ശരീരത്തിൽ നിന്നും അതിനെ വേർപെടുത്തി. പ്രിയമുള്ളവരെ, നാമും പാപത്തിൻ്റെ ചെളിയിൽ വീണാൽ അത് നമ്മെ നശിപ്പിക്കും. പാപത്തിൻ്റെ മാലിന്യം ഏൽക്കാതെ യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാനുള്ള ദൗത്യമാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ആകയാൽ ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പാപം ഞങ്ങളെ നശിപ്പിക്കുന്നു, പാപം ഞങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പാപത്തെ വെറുത്ത് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നൽകണമേ. എല്ലായ്പ്പോഴും കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.